നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ SS2 നിന്നും ഒന്നാമത്തെ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ സമതാപ രേഖകൾ വരെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പം മുന്നേ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് ആ ക്ലാസ് ഒന്ന് കണ്ടിട്ട് വേണം നമ്മുടെ ഇന്നത്തെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സമതാപ രേഖകളാണല്ലോ എടുത്തത്. എന്താണ് സമതാപ രേഖകൾ? ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരക്കുന്നതിനെയാണ് സമതാപ രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാപ്പ് നമുക്ക് ശ്രദ്ധിച്ചാൽ നടുവിലായിട്ടൊരു കട്ടിയുള്ള വര കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ ഭൂമധ്യരേഖ. അതാണ് ഭൂമധ്യരേഖ. ഭൂമധ്യയുടെ ഇരുവശങ്ങളിലുമായിട്ട് സമതാപ രേഖകൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമതാപ രേഖകൾ വരച്ചത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനാകും. ഭൂമധ്യരേഖയുടെ താഴത്തെ ഭാഗമാണ് ദക്ഷിണാർദ്ധഗോളം, മുകളിലത്തെ ഭാഗം ഉത്തരാർദ്ധഗോളമാണ്. അപ്പൊ ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപ രേഖകൾ ഏകദേശം ഒരു സമാന്തര വരയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അധികം വളവ് തിരിവുകളൊന്നും ഇല്ലാതെ സമാന്തരമായിട്ട് കാണുന്നു. എന്നാൽ ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ ഈ സമതാപ രേഖകളൊക്കെ വളഞ്ഞാണ് കാണുന്നത്. എന്തായിരിക്കും ഇതിന് കാരണം? ഒന്നാമത് ഉത്തരാർദ്ധഗോളത്തിൽ വൻകരാ ഭാഗങ്ങളാണ് കൂടുതലുള്ളത് അല്ലെ, വൻകരാ ഭാഗങ്ങൾ കൂടുതലാണ്. ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ വൻകരകൾ കുറവാണ്, അധികം സമുദ്രഭാഗങ്ങളാണുള്ളത്. അപ്പോൾ സമുദ്രഭാഗങ്ങളുള്ളിടത്ത് സമതാപ രേഖകൾ ഏകദേശം ലൈനായിട്ടാണ്, അധികം വളവ് തിരിവുകളില്ലാതെയാണ് പോയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൻകരയിലും സമുദ്രഭാഗത്തും ഒരേ താപനിലയിലല്ല ഉള്ളത്. വൻകര ഭാഗങ്ങളിൽ നിന്നും സമുദ്രങ്ങളിലേക്ക് അടുക്കുന്ന സമയത്ത് ഈ സമതാപ രേഖകൾ വളഞ്ഞു കഴിക്കുന്നു. അപ്പോൾ താപവ്യത്യാസത്തിലുള്ള കാരണം കൊണ്ടാണ് അങ്ങനെ വളഞ്ഞിരിക്കുന്നത്. എന്നാൽ ഉത്തരാർദ്ധഗോളത്തിലും അതേ തന്നെയാണ്, വൻകരകളാണ് ഒരുപാടുള്ളത്. അപ്പൊ വൻകരകളിൽ നിന്നും സമുദ്രഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ സമതാപ രേഖകൾ വളഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പം വൻകരകളിലും സമുദ്രഭാഗങ്ങളിലും താപനിലയിലുള്ള വ്യത്യാസം കൊണ്ടാണ് സമതാപ രേഖകൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു മാപ്പിൽ കാണാൻ പറ്റും. ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ ഏകദേശം താപനില കുറച്ചൊക്കെ വളവുകൾ ഇല്ലാതെയാണ്. എന്നാൽ അകലം കൂടും തോറും മുകളിലേക്ക് ഉയരും തോറും താപനിലയിലുള്ള വ്യത്യാസം കാരണം സമതാപ രേഖകൾ കൂടുതലായിട്ട് വളയൽ കാണുന്നു. ഭൂമധ്യരേഖയിൽ നിന്ന് അകലും തോറും താപനിലയിലുള്ള വ്യത്യാസം കൊണ്ടും അങ്ങനെ സംഭവിക്കും. വൻകരയും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങൾ സമതാപ രേഖകൾ വളയുന്നു. സമുദ്രങ്ങളും വൻകരകളും ചേരുന്ന ഭാഗങ്ങളിൽ സമതാപ രേഖകൾ വളയുന്നു. അതുപോലെ തന്നെ ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപ രേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെ സമാന്തരമായി കാണുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മാപ്പ് നിരീക്ഷിച്ചാൽ കാണുന്നത്. അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ഈ വൻകരയിലും സമുദ്രഭാഗങ്ങളിലും താപനില ഒരുപോലെയല്ല. അതുപോലെ തന്നെ ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും താപനിലയിൽ വ്യത്യാസം കാണുന്നു. ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനിലയില്ല അനുഭവപ്പെടുന്നത്. അതായത് താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നു. ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനിലയല്ല അനുഭവപ്പെടുന്നത്. അതായത് താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾക്കനുസരിച്ച് താപത്തിലും വ്യത്യാസം അനുഭവപ്പെടുന്നു. ഇനി താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനു മുമ്പ് താപീയ മധ്യരേഖ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ ഇവിടെ കൊടുത്തിട്ട് എന്താണ് താപീയ മധ്യരേഖ? ഓരോ രേഖാംശ രേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ. ഓരോ രേഖാംശ രേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ. ഇനി നമുക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്നത് നോക്കാം. ഒന്നാമത്തെ കാരണം അക്ഷാംശീയ സ്ഥാനം. അക്ഷാംശീയ സ്ഥാനം താപവിതരണത്തിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലായിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം ലംബമായിട്ടാണ് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ താപനില വളരെ കൂടുതലായിരിക്കും. നമുക്കിവിടെ ഒരു പിക്ചറിലൂടെ കാണാൻ സാധിക്കും അല്ലെ. ഭൂമധ്യരേഖ, സൂര്യരശ്മികൾ എന്ന് പറഞ്ഞിട്ട് ഭൂമധ്യരേഖയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ചൂട് അനുഭവപ്പെടുന്നു. അന്നേരം ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും ആ സൂര്യരശ്മി ഒന്നുകൂടി ചെരിഞ്ഞാണ് പതിക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിക്ക് ഗോളാകൃതി ആയതുകൊണ്ട് തന്നെ ഉന്തിയ ഭാഗങ്ങളിൽ സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്നു. ചെരിഞ്ഞ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ചെരിഞ്ഞാണ് പതിക്കുന്നത്. അതുകൊണ്ട് അവിടെ താപനില കുറവായിരിക്കും.
ഭൂമിക്ക് ഗോളാകൃതിയായതിനാൽ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോട് അടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ചെരിഞ്ഞു പതിക്കുന്നു. അതിനാൽ ഇരു ധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത താപീയ മേഖലകൾ രൂപപ്പെടുന്നു. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയായതിനാൽ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോട് അടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ചെരിഞ്ഞു പതിക്കുന്നു. അതിനാൽ ഇരു ധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് വ്യത്യസ്ത താപീയ മേഖലകൾ രൂപപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം, 0 ഡിഗ്രി ഭൂമധ്യരേഖ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇരുവശങ്ങളും ഉഷ്ണമേഖലയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് താപം അനുഭവപ്പെടുന്നു. അത് ഉഷ്ണമേഖലയാണ്. ഇനി 23.5 ഡിഗ്രി വടക്കും 23.5 ഡിഗ്രി തെക്കും ഉണ്ട് അല്ലെ. ദക്ഷിണാർദ്ധഗോളത്തിലും ഉത്തരാർദ്ധഗോളത്തിലും ആയതുകൊണ്ട് തെക്കും വടക്കും തെക്കും ഉള്ള ഉത്തര മിതോഷ്ണ മേഖലയായിട്ടാണ് കണക്കാക്കുന്നത്. അവിടേക്ക് താപം എന്താണ്, ഉഷ്ണമേഖലയുടെ അത്രയും ഇല്ല. അതുകൊണ്ട് ഉത്തര മിതോഷ്ണ മേഖലയും ദക്ഷിണ മിതോഷ്ണ മേഖലയായി അറിയപ്പെടുന്നു. പിന്നെ 66 ഡിഗ്രി വടക്കും 66 ഡിഗ്രി തെക്കുമുണ്ട്. അവിടെ എന്താണ്, ഉത്തര ശൈത്യമേഖലയും അതുപോലെ ദക്ഷിണ ശൈത്യമേഖലയും. അവിടേക്ക് എത്തുമ്പോഴേക്കും ഒന്നുകൂടി ചെരിഞ്ഞു പതിക്കുന്നത് കൊണ്ട് തന്നെ താപനിലയിൽ അധികം വ്യത്യാസം ഉണ്ടാകുന്നു. അവിടെ ശൈത്യം അനുഭവപ്പെടുന്നു. അപ്പൊ ഉത്തര ശൈത്യമേഖലയുണ്ട്, അതുപോലെ ദക്ഷിണ ശൈത്യമേഖലയും. ഇങ്ങനെയാണ് താപീയ മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് അക്ഷാംശീയ സ്ഥാനം. 2 സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും നമ്മുടെ താപമേഖലയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. താപത്തിന്റെ അളവിൽ വ്യത്യാസപ്പെടുന്നതിന് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും കാരണമാകുന്നു. ഇവിടെ താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുള്ളത് എന്താണ്, താഴെ അല്ലെ താപനില കൂടുതലായിട്ടും അതുപോലെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറവായിട്ടും നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നു. ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസത്തെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കണക്ക് ചോദിക്കും. അതുകൊണ്ട് പല PSC എക്സാമുകളിലും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നത്. ഈ പ്രതിഭാസത്തെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ് അതിന്റെ കണക്ക്? 6.4 ഡിഗ്രി സെൽഷ്യസ്. ഒരു കിലോമീറ്ററിന് 6.4 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ രണ്ടാമത്തെ ഘടകം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അക്ഷാംശീയ സ്ഥാനം. 2 സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അടുത്ത് പറയുന്നത് കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത്. കരയും കടലും വ്യത്യസ്തമായാണ് ചൂട് പിടിക്കുന്നത്. നമ്മൾ ആ സമതാപ രേഖകൾ വരച്ചത് കൊണ്ട് പറഞ്ഞു അല്ലെ. വൻകര ഭാഗത്ത് നിന്നും കടൽ ഭാഗത്തേക്ക് സമതാപ രേഖ വരയ്ക്കുമ്പോൾ അത് വളഞ്ഞു കാണുന്നു അല്ലെ. അപ്പൊ അതും കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത് കൊണ്ടാണ്. സമുദ്രോപരിതലത്തെ അപേക്ഷിച്ച് കര വേഗം ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നു. സമുദ്രോപരിതലത്തെ അപേക്ഷിച്ചിട്ട് കര വേഗം ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. അപ്പൊ കരയും കടലും വ്യത്യസ്തമായ ചൂട് പിടിക്കുന്നു. അടുത്ത പോയിന്റാണ് സമുദ്രത്തിൽ നിന്നുള്ള അകലം. സമുദ്രത്തിന്റെ അടുത്ത് താമസിക്കുന്നവരും അകലെ താമസിക്കുന്നവരും അല്ലെങ്കിൽ അകലെയുള്ള പ്രദേശങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ സമുദ്രത്തിൽ നിന്നുള്ള അകലം. സമുദ്ര തീര പ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചു എന്ന് പറഞ്ഞാല് കരയിൽ നിന്ന് കടലിലേക്കും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു. സമുദ്രതീര പ്രദേശങ്ങളിൽ എന്താണ്, കടലിൽ നിന്ന് കരയിലേക്കും അതുപോലെ കരയിൽ നിന്ന് കടലിലേക്കൊക്കെ കാറ്റ് വീശുന്നുണ്ട്. അപ്പൊ അത് അവിടെയുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലും തോറും സമുദ്രത്തിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിലേക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ അകലമുള്ള പ്രദേശങ്ങളിൽ അകലും തോറും എന്താണ്, ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. ഓക്കെ.
അടുത്തതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. സമുദ്രജല പ്രവാഹങ്ങളും താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നോക്കാം. ഉഷ്ണജല പ്രവാഹങ്ങളും ഉണ്ട്, ശീതജല പ്രവാഹങ്ങളും ഉണ്ട്. അപ്പോൾ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഉഷ്ണജല പ്രവാഹമായ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുമ്പോൾ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയുടെ വടക്കു കിഴക്കൻ തീരങ്ങളിൽ ലാബ്രഡോർ ശീതജല പ്രവാഹത്തിന്റെ സ്വാധീനത്താൽ മാസങ്ങളോളം കൊടും തണുപ്പിൽ അമരുന്നു. അപ്പോൾ ശീതജല പ്രവാഹമുണ്ട്, ഉഷ്ണജല പ്രവാഹങ്ങളുണ്ട്. ഉഷ്ണജല പ്രവാഹം പോകുന്ന സമയത്ത് സ്ഥലങ്ങളിലൊക്കെ എന്താണ്, അവിടെയുള്ള കൊടും തണുപ്പിൽ നിന്ന് അതിന് ആശ്വാസം ലഭിക്കുന്നു. അതുപോലെ തന്നെ ശീതജല പ്രവാഹം ഉഷ്ണമേഖലയിലേക്ക് പോകുമ്പോൾ കൊടും തണുപ്പ് അനുഭവപ്പെടുന്നില്ല അല്ലെ. ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും എന്താണ്, താപനിലയെ മിതമാക്കുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. അടുത്തതാണ് ഭൂപ്രകൃതി. ഭൂപ്രകൃതിയും എന്താണ്, താപനിലയെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമാണ്. ഇപ്പൊ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സൂര്യരശ്മികൾക്ക് അഭിമുഖമായ പ്രദേശവുമുണ്ട്, അതുപോലെ തന്നെ അതിന്റെ വിപരീത ദേശം അല്ലെ, അതിന്റെ എന്താണ് ഓപ്പോസിറ്റ് സൈഡും കാണിക്കുന്നു. നോക്കാം. ഭൂപ്രകൃതിക്കനുസരിച്ചും ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതായത് ഭൂപ്രകൃതിക്കനുസരിച്ചും എന്താണ്, ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിലെ ഈ വ്യത്യാസം സൂര്യന് അഭിമുഖമായ പർവ്വത ചെരുവുകളിൽ താരതമ്യേന താപനില കൂടുന്നതിനും വിപരീത ചെരുവുകളിൽ താപനില കുറയുന്നതിനും കാരണമാകുന്നു. അപ്പൊ ഭൂപ്രകൃതിക്കനുസരിച്ചും ഭൂമിയിൽ ഓരോ പ്രദേശത്തും ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. എന്താണ്, സൂര്യപ്രകാശ ലഭ്യതയിലെ വ്യത്യാസം സൂര്യന് അഭിമുഖമായ പർവ്വത ചെരുവുകളിലാണെങ്കിൽ അവിടെ എന്താണ്, സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ താപനില കൂടുന്നു. എന്നാൽ അതിന്റെ പർവ്വതത്തിന്റെ വിപരീത ചെരുവുകളിൽ എന്താണ്, സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ താപനില കുറവായിരിക്കും. അപ്പൊ ഭൂപ്രകൃതിയും എന്താണ്, താപനിലയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഭൗമോപരിതല താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ ഉണ്ടെന്നും അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഭൗമോപരിതല താപവിതരണത്തിലെ സ്ഥലകാല വ്യത്യാസങ്ങൾ മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ഇവിടെ ഒരു ബാരോമീറ്റർ എന്ന് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്ററും അനറോയിഡ് ബാരോമീറ്ററും ഉണ്ട്. മെർക്കുറി ബാരോമീറ്ററും അനറോയിഡ് ബാരോമീറ്ററും ഉണ്ട്. മെർക്കുറി ബാരോമീറ്ററിൽ ഭൗമോപരിതല ശരാശരി അന്തരീക്ഷമർദ്ദം 76 സെന്റിമീറ്ററായി രേഖപ്പെടുത്തുന്നു. മെർക്കുറി ബാരോമീറ്ററിൽ ഭൗമോപരിതല ശരാശരി അന്തരീക്ഷമർദ്ദം എത്രയാണ്, 76 സെന്റിമീറ്റർ ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്നത് സാധാരണ മില്ലി ബാർ, ഹെക്ടോ പാസ്കൽ എന്നീ ഏകകങ്ങളിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകങ്ങൾ മില്ലി ബാറും ഹെക്ടോ പാസ്കലുമാണ്. ഭൗമോപരിതല ശരാശരി മർദ്ദം 1013.2 മില്ലി ബാർ അഥവാ ഹെക്ടോ പാസ്കൽ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭൗമോപരിതല ശരാശരി മർദ്ദം 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ ആണ്. 1013 ബാരോമീറ്റർ ഉണ്ട്, മെർക്കുറി ബാരോമീറ്റർ ഉണ്ട്. മെർക്കുറി ബാരോമീറ്ററിലെ ഭൗമോപരിതല ശരാശരി അന്തരീക്ഷ മർദ്ദം 76 സെന്റിമീറ്റർ ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കാം, അടുത്ത മറ്റു പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും മറ്റെല്ലാ വസ്തുക്കളും എന്ന പോലെ വായുവിനും ഭാരമുണ്ട്. മറ്റെല്ലാ വസ്തുക്കൾക്കും എന്ന പോലെ തന്നെ വായുവിനും ഭാരമുണ്ട്. അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അപ്പൊ വായുവിനും ഭാരമുണ്ട്. വായു എന്താണ്, ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം. അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം. അതെന്ന് പറഞ്ഞാൽ ആർദ്രത എന്നാണ് അർത്ഥം. അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം അല്ലെങ്കിൽ ആർദ്രത. അപ്പൊ ഇവ ഘടകങ്ങൾ ഓരോന്നും അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുക എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം.
അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിക്കുകയും ഭാരം കുറഞ്ഞു ഉയരുകയും ചെയ്യുന്നു. അന്തരീക്ഷ വായു കൂടുതൽ ചൂട് തട്ടുമ്പോൾ എന്താണ്, അത് വികസിക്കുന്നു. അങ്ങനെ വികസിക്കുമ്പോൾ അതിന് ഭാരം കുറഞ്ഞ് അത് ഒരു പഞ്ഞി പോലെ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഇപ്രകാരം ന്യൂനമർദ്ദ മേഖലകളാണ് രൂപപ്പെടുന്നത്. ഇങ്ങനെ വായു വികസിച്ച് ഭാരം കുറഞ്ഞ് ഉയരങ്ങളിലേക്ക് ഉയരുമ്പോൾ എന്താണ്, അവിടെ ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ക്രമേണ തണുത്ത്, ഇങ്ങനെ ഉയർന്നു പോകുന്ന വായു എന്താണ്, മുകളിലേക്ക് എത്തി അവിടുന്ന് തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന ഇടങ്ങളിൽ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. അപ്പൊ ന്യൂനമർദ്ദ മേഖലകളും ഉച്ചമർദ്ദ മേഖലകളും എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിക്കുകയും ഭാരം കുറഞ്ഞ് ഉയരുകയും ചെയ്യുന്നു. ഇപ്രകാരമാണ് ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത്. ഇത്തരത്തിൽ ഉയരുന്ന വായു ക്രമേണ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന ഇടങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഉച്ചമർദ്ദ മേഖലകളും രൂപപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നുയരും തോറും അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതിനാൽ അന്തരീക്ഷ മർദ്ദം ക്രമേണ കുറഞ്ഞു വരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതിനാൽ അന്തരീക്ഷ മർദ്ദം ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിലാണ് ലംബതലത്തിൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. ഓരോ 10 മീറ്ററിനും, ഇമ്പോർട്ടന്റ് ആണ്, ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിലാണ് ലംബതലത്തിൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. ലംബതലത്തിൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നത് നമുക്കിങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഓരോ വേർഡുകളായിരിക്കും അവിടെ തെറ്റാക്കി നമുക്ക് തരിക. ഇപ്പോൾ ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ സെറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ എവിടെയാണ് അവർ തെറ്റ് കൊടുക്കുക? ലംബതലത്തിൽ എന്നുള്ളതിന് പകരം ചിലപ്പോൾ തിരശ്ചീന തലത്തിൽ എന്ന് തരും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മൾ ഓപ്ഷൻ വായിക്കും, ഇത് നമ്മൾ പഠിച്ചതാണല്ലേ, ടിക്കിടും, അല്ലെങ്കിൽ അത് ശരിയാണ് എന്നുള്ള വ്യാജേന നമ്മളതിൽ ടിക്ക് കൊടുക്കും. അപ്പോൾ ലംബതലത്തിൽ എന്നുള്ളത് കൂടി ശ്രദ്ധിച്ചു പോകണം. ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിലാണ് ലംബതലത്തിൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. ഓക്കെ, വായുവിലെ ജലാംശം അതായത് ആർദ്രത കൂടുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു. വായുവിലെ ജലാംശം കൂടുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു? ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു. ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്രവായുവിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ചിട്ട് ആർദ്രവായുവിന് എന്തിരിക്കും? അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. ഇനി നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കാം. നമ്മുടെ ശരീരത്തിൽ അന്തരീക്ഷ വായു ചെലുത്തുന്ന കനത്ത മർദ്ദം നമുക്ക് അനുഭവേദ്യമാകുന്നില്ല. എന്തെന്നാൽ നമ്മുടെ ശരീരം തത്തുല്യമായ ശരീരമർദ്ദം ചെലുത്തി ഇതിനെ സന്തുലിതമാക്കുന്നു. നമ്മുടെ ശരീരത്തിൽ അന്തരീക്ഷ വായു ചെലുത്തുന്ന കനത്ത മർദ്ദം എന്ത് ചെയ്യുന്നു? നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല. എന്തെന്നാൽ എന്താണ്? നമ്മുടെ ശരീരം തത്തുല്യമായ ശരീരമർദ്ദം എന്ന് പറഞ്ഞാൽ പ്രതിമർദ്ദം ചെലുത്തിയിട്ട് ഇതിനെ സന്തുലിതമാക്കുന്നു. ഇനി നോക്കാം. ഇളം കാറ്റുകൾ മുതൽ വിനാശകാരികളായ കൊടും കാറ്റുകൾക്ക് വരെ കാരണമാകുന്നത് അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണെന്നതിനാൽ സ്ഥാനീയ മർദ്ദ വിതരണം സംബന്ധിച്ച് വിശകലനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇളം കാറ്റുകൾ മുതൽ വിനാശകാരികളായ കൊടുങ്കാറ്റുകൾക്ക് വരെ കാരണമാകുന്നത് അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണെന്നതിനാൽ സ്ഥാനീയ മർദ്ദ വിതരണം സംബന്ധിച്ച് വിശകലനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന അന്തരീക്ഷ മർദ്ദത്തെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തി ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെ സമമർദ്ദ രേഖകൾ എന്ന് വിളിക്കുന്നു. സമമർദ്ദ രേഖകൾ ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ. നേരത്തെ നമ്മൾ പഠിച്ചു സമതാപ രേഖകളിലെ ഐസോത്തം, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം സമതാപ രേഖകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരേ സമമായിട്ടുള്ള ഒരേ താപമുള്ള പ്രദേശങ്ങൾ എന്ന് നമുക്ക് ഓർത്തു വെക്കാൻ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ സമമർദ്ദ രേഖകൾ എന്ന് പറയുമ്പോൾ എന്താണ്? തുല്യമർദ്ദമുള്ള മേഖലകളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്നതെന്ന് നമുക്ക് ഓർത്തു വെക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷേ PSCക്ക് സമമർദ്ദ രേഖകൾ എന്നോ സമതാപ രേഖകൾ എന്നോ അല്ല വരുന്നത്.
ഐസോത്തം, ഐസോബാർ, ഐസോഹൈറ്റ് എന്നിങ്ങനെയുള്ള വാക്കുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാക്കുകൾ പ്രത്യേകം നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ആ സമയത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആവും. ഇത് ഐസോത്തമാണോ ഐസോബാർ ആണോ, മർദ്ദമേഖലകൾ എന്ന് പറയുന്നത് ഐസോബാറിനെയാണോ അല്ലെങ്കിൽ ഐസോ ഹൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ആ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ അത് വരാതിരിക്കാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഐസോത്തം എന്ന് പറഞ്ഞാൽ എന്താണ്, താപമേഖലകളാണ്, സമതാപ മേഖലകളാണ്. ഐസോബാർ എന്ന് പറയുമ്പോൾ സമമർദ്ദരേഖകളാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന അന്തരീക്ഷ മർദ്ദത്തെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തി ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളിൽ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെ സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാർ എന്ന് വിളിക്കുന്നു. ഐസോബാർ. ഇനി നമുക്കിവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആഗോള മർദ്ദ വിതരണം കാണിക്കുന്ന സമമർദ്ദ രേഖാ ഭൂപടമാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ. ഇതിൽ H എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഉച്ചമർദ്ദ കേന്ദ്രങ്ങളെയും L എന്നത് ന്യൂനമർദ്ദ കേന്ദ്രങ്ങളെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഭൂപടം തന്നിട്ടുണ്ട്. താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്. താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്. അതായത് താപം കൂടുമ്പോൾ മർദ്ദം കുറയും, താപം കുറയുമ്പോൾ മർദ്ദം കൂടും. ഇതാണ് വിപരീത അനുപാതം എന്ന് പറഞ്ഞാല്. അതുകൊണ്ട് തന്നെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ധ്രുവ പ്രദേശങ്ങളിലുമായിരിക്കും. അല്ലെ, നമ്മള് താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണെന്ന് പറഞ്ഞു. അതായത് താപം കൂടുന്നിടത്ത് മർദ്ദം കുറയും, താപം കുറയുന്നിടത്ത് മർദ്ദം കൂടും എന്നാണ് പറയുന്നത്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ധ്രുവ പ്രദേശങ്ങളിലുമായിരിക്കും എന്ന് പറയാൻ കാരണം എന്താണ്, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്, താപം കൂടുതലുള്ളത്. താപം കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെ മർദ്ദം കുറവാണെന്ന് പറയും. അതുപോലെ ധ്രുവ പ്രദേശങ്ങളിൽ എന്താണ്, താപം കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ അവിടെ മർദ്ദം കൂടുതലാകും എന്നും നമുക്ക് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അതായത് മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങൾക്ക് അഭിമുഖമായി മർദ്ദം ക്രമേണ കൂടി വരേണ്ടതുണ്ട്. ഇങ്ങനെ ഈ ഒരു ഇത് വെച്ചിട്ട്, അതായത് താപം മർദ്ദത്തിന് വിപരീതാനുപാതത്തിലാണ് എന്ന നിയമം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പം എന്താണ്, ഭൂമധ്യരേഖയിൽ നിന്നും അല്ലെങ്കിൽ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങൾക്ക് അഭിമുഖമായി മർദ്ദം ക്രമേണ കൂടി വരേണ്ടതുണ്ട്. എന്നാൽ അതല്ല സ്ഥിതി. ചിലയിടങ്ങളിൽ ഭൂഭ്രമണത്തിൻ്റെതായ സ്വാധീനത്താൽ മർദ്ദ സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുന്നു. നമ്മൾ താപവും മർദ്ദം വിപരീത അനുപാതത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കറിയാം, ഭൂമധ്യരേഖയിൽ താപം കൂടുതലാണ്, സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്നത് കൊണ്ട് തന്നെ താപം കൂടുതലാണ്, അതുകൊണ്ട് അവിടെ മർദ്ദം കുറവായിരിക്കും. അതുപോലെ തന്നെ ധ്രുവ പ്രദേശങ്ങളിലേക്ക് അടുക്കും തോറും താപം കുറഞ്ഞു വരുന്നു, അതുകൊണ്ട് തന്നെ അവിടേക്കൊക്കെ മർദ്ദം കൂടി വരേണ്ടതുണ്ട്. എന്നാൽ അതല്ല സ്ഥിതി. എന്താണ്, ചിലയിടങ്ങളിൽ ഭൂഭ്രമണത്തിൻ്റെതായ സ്വാധീനത്താൽ മർദ്ദ സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുന്നു. ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇവയെ ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നു. അപ്പൊ ആഗോള മർദ്ദ മേഖലകളെ കാണിക്കുന്ന ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മാപ്പിൽ നമുക്ക് നോക്കിയാൽ അറിയാം അല്ലെ, 0 ഡിഗ്രി ഭൂമധ്യരേഖയാണ്. അതിന്റെ ഇരുവശങ്ങളിലേക്കും ഒരേ അളവിൽ തെക്കും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലുമുള്ള ഭാഗങ്ങളിൽ ഒരേ അളവിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളതൊക്കെ ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്കറിയാം. നോക്കാം. ഭൂമധ്യരേഖാ പ്രദേശത്തെ ഉയർന്ന താപനില കാരണം വായു ചൂടായി വികസിച്ചുയരുന്നതാണ് ഭൂമധ്യരേഖാ ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളാൻ കാരണം. നമ്മൾ പറഞ്ഞു, സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ നേരിട്ട് പതിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നേരിട്ട് പതിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ താപം കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ മർദ്ദം എന്ത് ചെയ്യും, കുറവായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ചൂട് പിടിച്ചിട്ട് നമ്മൾ പറഞ്ഞു, താപം കൂടുതലാണെങ്കിൽ അവിടെയുള്ള വായു വികസിച്ച് ഉയർന്നു പോകും. അപ്പോൾ ഇവിടെ എന്താണ്, വായു ചൂടായി വികസിച്ച് ഉയർന്ന് ഇവിടെ എന്ത് ചെയ്യും, ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളുന്നു. അതാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളാൻ കാരണം. ലംബദിശയിൽ വായുപ്രവാഹം ഉണ്ടാകുന്ന ഈ മേഖലയിൽ കാറ്റുകൾ വീശുന്നില്ല. ലംബദിശയിൽ വായുപ്രവാഹം ഉണ്ടാകുന്ന ഈ മേഖലയിൽ എന്താണ്,
കാറ്റുകൾ വീശുന്നില്ല. കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഈ മേഖലയെ നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾ ഡ്രംസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡോൾ ഡ്രംസ് ഏത് മേഖലയിലാണ് അനുഭവപ്പെടുന്നത്? മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലാണ്. മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലാണ് നിർവാത മേഖല രൂപം കൊള്ളുന്നത്. അപ്പൊ കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഈ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയെ നിർവാത മേഖല എന്ന് വിളിക്കുന്നു, ഡോൾ ഡ്രംസ് എന്ന് വിളിക്കുന്നു. മധ്യരേഖയിലേതിന് വിപരീത അന്തരീക്ഷ സാഹചര്യങ്ങളാണ് ധ്രുവങ്ങളിലുള്ളത്. വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതിനാലാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വായു എന്താണ്? ഭൂമധ്യരേഖയിൽ വായു ഉയർന്നു പൊങ്ങുന്നു അല്ലെ, വികസിച്ച് അത്രയും ചൂട് കൂടിയിട്ട് ചൂട് കൊണ്ട് എന്താണ് വായു വികസിച്ച് ഉയർന്നു പൊങ്ങുന്നു. എന്നാൽ വിപരീത സാഹചര്യമാണ് ധ്രുവങ്ങളിലുള്ളത്. അവിടെ എന്ത് ചെയ്യുന്നു? തണുപ്പാണ് അല്ലെ, അതുകൊണ്ട് തന്നെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നു. അതിനാൽ അവിടെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. മധ്യരേഖാ പ്രദേശത്ത് നിന്നും വികസിച്ചുയരുന്ന വായു ഉയർന്ന വിതാനത്തിൽ ധ്രുവങ്ങൾക്ക് അഭിമുഖമായി കാറ്റായി വീശുകയും ക്രമേണ തണുത്ത് താഴേക്ക് 30 ഡിഗ്രി തെക്കും 30 ഡിഗ്രി വടക്ക് അക്ഷാംശങ്ങളിൽ താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നതിനാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുന്നു. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളാണ് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും ഉണ്ടാകുന്നത്. മധ്യരേഖാ പ്രദേശത്ത് നിന്നും വികസിച്ചുയരുന്ന വായു ഉയർന്ന വിതാനങ്ങളിൽ ധ്രുവങ്ങൾക്ക് അഭിമുഖമായി കാറ്റായി വീശുകയും ക്രമേണ തണുത്ത് 30 ഡിഗ്രി തെക്കും 30 ഡിഗ്രി വടക്ക് അക്ഷാംശങ്ങൾക്കിടയിൽ താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നതിനാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഏതാണ്ട് 60 ഡിഗ്രി തെക്കും 60 ഡിഗ്രി വടക്കും അക്ഷാംശ മേഖലകളിൽ പൊതുവെ താപനില കുറവായതിനാൽ ഉച്ചമർദ്ദ സാഹചര്യങ്ങളാണ് രൂപപ്പെടേണ്ടത്. എന്നാൽ ഭൂഭ്രമണത്തിന്റെ സ്വാധീന ശക്തിയാൽ ഈ മേഖലയിൽ വായു വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നതിനാൽ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഏതാണ്ട് 60 ഡിഗ്രി തെക്കും 60 ഡിഗ്രി വടക്കും അക്ഷാംശ മേഖലകളിൽ പൊതുവെ താപനില കുറവായതിനാൽ ഉച്ചമർദ്ദ സാഹചര്യങ്ങളാണ് രൂപപ്പെടേണ്ടത്. എന്നാൽ ഭൂഭ്രമണത്തിന്റെ സ്വാധീന ശക്തിയാൽ ഈ മേഖലയിൽ വായു വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നതിനാൽ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇതിന്റെ അയനത്തിനനുസരിച്ച് താപ സാഹചര്യങ്ങൾ മാറുന്നതിനാൽ ആഗോള മർദ്ദ മേഖലകൾക്ക് ആപേക്ഷിക സ്ഥാനം ഉണ്ടാകുന്നു. ഉഷ്ണകാലത്ത് മർദ്ദമേഖലകൾ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ വടക്കോട്ടും ശൈത്യകാലത്ത് 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ തെക്കോട്ടും നീങ്ങുന്നു. ആഗോള മർദ്ദമേഖലകൾക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം ആഗോള കാലാവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു. അപ്പം സൂര്യന്റെ അയനത്തിനനുസരിച്ച് താപ സാഹചര്യങ്ങൾ മാറുന്നതിനാൽ ആഗോള മർദ്ദമേഖലകൾക്ക് ആപേക്ഷിക സ്ഥാനമാറ്റം ഉണ്ടാകും. ഉഷ്ണകാലത്ത് മർദ്ദമേഖലകൾ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ വടക്കോട്ടും ശൈത്യകാലത്താണെങ്കിൽ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ തെക്കോട്ടും നീങ്ങുന്നു. അന്തരീക്ഷത്തിലെ മർദ്ദവ്യത്യാസങ്ങൾ നമുക്ക് ഏറ്റവും അനുഭവേദ്യമാകുന്നത് വായു ചലനങ്ങളിലൂടെയാണ്. അന്തരീക്ഷത്തിലെ മർദ്ദവ്യത്യാസങ്ങൾ നമുക്ക് ഏറ്റവും അനുഭവേദ്യമാവുന്നത് വായു ചലനങ്ങളിലൂടെയാണ്. അന്തരീക്ഷത്തിൽ 2 തരത്തിലുള്ള വായു ചലനങ്ങളാണുള്ളത്. ലംബദിശയിലുണ്ടാകുന്ന വായുവിന്റെ ചലനങ്ങളെ വായു പ്രവാഹങ്ങൾ എന്നും തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിന്റെ ചലനത്തെ കാറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ വായു പ്രവാഹങ്ങളും കാറ്റും വേറെ വേറെയാണ്. ഒന്നെന്താണ്? ലംബദിശയിൽ ഉണ്ടാകുന്ന വായുവിന്റെ ചലനങ്ങളെയാണ് വായു പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ കാറ്റ് എന്ന് പറഞ്ഞാൽ തിരശ്ചീന ദിശയിൽ നിന്നും തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിന്റെ സഞ്ചാരത്തെ അല്ലെങ്കിൽ ചലനത്തെയാണ് കാറ്റ് എന്ന് വിളിക്കുന്നത്. ഇലകൾ ഇളകിയാൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതക്കുന്ന കൊടും കാറ്റുകൾ വരെ കാറ്റുകൾ വിവിധ തരത്തിലുണ്ട്. അപ്പൊ ഇളം കാറ്റുകൾ മുതൽ കൊടും കാറ്റുകൾ വരെ എന്താണ്? കാറ്റ് വിവിധ തരത്തിലുണ്ട്. എവിടെ നിന്ന് വീശുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാറ്റുകൾക്ക് പേര് നൽകുന്നത്. കാറ്റ് എവിടെ നിന്നാണോ വീശുന്നത് അതിനടിസ്ഥാനത്തിൽ ആ കാറ്റുകൾക്ക് പേര് നൽകുന്നു. ഉദാഹരണത്തിന് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്ന കാറ്റുകളെ തെക്ക് പടിഞ്ഞാറൻ കാറ്റുകളെന്നും, കടലിൽ നിന്ന് വീശുന്ന കാറ്റുകളെ കടൽ കാറ്റ് എന്നും, കരയിൽ നിന്നാണെങ്കിൽ കരക്കാറ്റ് എന്നും ഇങ്ങനെ കാറ്റുകൾക്ക് പേര് നൽകുന്നു. കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കോറിയോലിസ് ബലം. കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കോറിയോലിസ് കോറിയോലിസ് ബലം. എന്താണ് കോറിയോലിസ് ബലം? കോറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. അതാണ് കോറിയോലിസ് ബലം.
കോറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നതാണ് കോറിയോലിസ് ബലം. എന്നാൽ കാറ്റിന്റെ വേഗതയെയും ഗതിയെയും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്. ഒന്ന് മർദ്ദചെരിവ് ബലവും, രണ്ട് ഘർഷണ ബലവും. കാറ്റിന്റെ വേഗതയെയും ശക്തിയെയും പ്രധാനമായും സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് മർദ്ദചെരിവ് ബലവും ഘർഷണ ബലവും. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചെരിവ്. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചെരിവ്. മർദ്ദ വ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വായുവിന്റെ ചലനം സാധ്യമാകുന്ന ബലമാണ് മർദ്ദചെരിവ് ബലം. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചെരിവ്. മർദ്ദ വ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വായുവിന്റെ ചലനം സാധ്യമാക്കുന്ന ബലമാണ് മർദ്ദചെരിവ് ബലം. അടുത്തടുത്ത സ്ഥലങ്ങൾ തമ്മിൽ കാര്യമായ മർദ്ദവ്യത്യാസങ്ങളാണുള്ളതെങ്കിൽ മർദ്ദചെരിവ് കൂടുതലെന്നും, തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ മർദ്ദചെരിവ് കുറവെന്നും കണക്കാക്കുന്നു. അപ്പൊ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തമ്മിൽ കാര്യമായ മർദ്ദവ്യത്യാസമാണ് ഉള്ളതെങ്കിൽ മർദ്ദചെരിവ് കൂടുതലെന്നും, തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ മർദ്ദചെരിവ് കുറവെന്നും കണക്കാക്കുന്നു. മർദ്ദചെരിവ് കൂടിയ ഇടങ്ങളിൽ കാറ്റ് ശക്തമായിരിക്കും. മർദ്ദചെരിവ് കൂടിയ ഇടങ്ങളിൽ കാറ്റ് ശക്തമായിരിക്കും. കുന്നുകൾ, മലകൾ, വനങ്ങൾ, മനുഷ്യനിർമ്മിതികൾ തുടങ്ങിയവ ഉയർത്തുന്ന ഘർഷണം കാറ്റിന്റെ സുഗമ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. കുന്നുകൾ, മലകൾ, വനങ്ങൾ, മനുഷ്യനിർമ്മിതികൾ തുടങ്ങിയവ ഉയർത്തുന്ന ഘർഷണം കാറ്റിന്റെ സുഗമ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. അടുത്തത് അനിമോമീറ്ററും വിൻഡ് വെയിനും. അപ്പൊ അനിമോമീറ്ററും വിൻഡ് വെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നോക്കാം. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. അപ്പൊ വിൻഡ് വെയിനും അനിമോമീറ്ററും തമ്മിൽ മാറിപ്പോകരുത്. ഒന്ന് വേഗത അളക്കുന്ന ഉപകരണമാണ്, ഒന്ന് ദിശ സൂചിപ്പിക്കുന്ന ഉപകരണമാണ്. വേഗത അളക്കുന്നതിന് അനിമോമീറ്ററും ദിശ സൂചിപ്പിക്കുന്നതിന് വിൻഡ് വെയിനും ഉപയോഗിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് വിവിധ തരം കാറ്റുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ കാറ്റ് എന്താണ് കുറച്ച് കൂടുതലുണ്ടാവും ഒരു ഭാഗം. നമ്മുടെ ഈ ഒരു വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാറ്റുകളെ കുറിച്ചും അതിന്റെ ബാക്കി ഭാഗങ്ങളും എടുത്തു പോകാം. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ക്ലാസ് കേട്ട് നോട്ടൊക്കെ ചുരുക്കി എഴുതിയിട്ട് ഒന്ന് റെഡി ആവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്